എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 5 ശ്ലോകം 23, 24, 25, 26, 27 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 5 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 5-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ദുർവാസസ് മഹർഷി സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം അങ്ങയുടെ കീർത്തി നിലനിൽക്കും എന്നിങ്ങനെ മഹാരാജാവിനെ അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ അംബരീഷ മഹാരാജാവിന്റെ ദേഹത്യാഗത്തിനെ പറ്റി പറയുന്നു ഈ അവസാന ശ്ലോകങ്ങളില്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗുരും യൽകൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 23. സംവത്സരോത്യകാൽ താവൽ യാവതാ നാഗതോ ഗത മുനിസ്ഥൽ ദർശനാകാംക്ഷി രാജാ ഭക്ഷോ ബഭൂവഃ. ഗത മുനി, ഗതനായ മുനി, യാവതാ നാഗത, ഏതുവരെ മടങ്ങി വന്നില്ലയോ, താവത് അത്ര കാലം കൊണ്ട്, സംവത്സര ഒരു വർഷം, അത്യകാൽ അതിക്രമിച്ചു. രാജാവ്, തദ് ദർശനാകാംക്ഷി അദ്ദേഹത്തിന്റെ ദർശനത്തെ കാക്ഷിക്കുന്നവനായിട്ട്, അഭക്ഷ ബഭൂവഹ ജലം മാത്രം ഭക്ഷിക്കുന്നവനായി ഭവിച്ചു. ആശ്ചര്യം. ഇവിടെ ആ ബഭുവ ഹ എന്നുള്ള ആ അക്ഷരത്തിനാണ് ആശ്ചര്യം എന്നുള്ള അർത്ഥം. ആ രാജാവിന്റെ ധൈര്യത്തെയും ദൃഢസങ്കല്പത്തെയും ഒക്കെ വിശദമാക്കുകയാണ്. സുദർശന ചക്രാഗ്നിതാപം സഹിക്കവയ്യാതെ രക്ഷാന്വേഷണം ചെയ്തു കൊണ്ടുപോയ മുനി മടങ്ങി വന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട്. അങ്ങനെയാണ്. അപ്പൊ അംബരീഷ മഹാരാജാവ് അതേവരെ മഹർഷി മടങ്ങി വന്നിട്ട് വേണ്ടേ ഭക്ഷണം കഴിക്കാൻ, അങ്ങനെ മടങ്ങി വരാതിരിക്കില്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട് അത്രയും കാലം അന്നാഹാരം കഴിക്കാതെ ആ ജലപാനത്താൽ പ്രാണനെ നിലനിർത്തിക്കൊണ്ട് ഇരുന്നു. ഇത് ആശ്ചര്യല്ലേ? ഇങ്ങനെ ആർക്കാ ഇങ്ങനെ സാധിക്കാം? അത്യാശ്ചര്യം തന്നെ എന്ന് പറയുന്നു. ഗതേ ചതുർവാസസി സോംബരീഷോ ദ്വിജോപയോഗാതി പവിത്രമാകരൽ ഋഷേർ വിമോക്ഷം വ്യസനം ച ബുദ്ധ്വാ മേനെ സ്വവീര്യം ച പരാനുഭാവം. ദുർവാസസി ഗതേ സതി, ദുർവാസസ് പോയപ്പോൾ, സ അംബരീഷ, ആ അംബരീഷൻ, ദ്വിജോപയോഗാതി പവിത്രം, ദ്വിജന്റെ ഉപയോഗം ഹേതുവായി ഏറ്റവും ശുദ്ധമായിരിക്കുന്നത് ആഹരിച്ചു. ഋഷിയുടെ വ്യസനം, ദുഃഖത്തെയും, വിമോക്ഷം, അതിൽ നിന്നുള്ള മോചനത്തെയും, സ്വവീര്യം, തന്റെ ധൈര്യത്തെയും, ബുദ്ധ്വ, അറിഞ്ഞിട്ട്, പരാനുഭാവം, പരമേശ്വരന്റെ മാഹാത്മ്യമായിട്ട് മേനെ മനനം ചെയ്തു. ആ ദുർവാസസ് മഹർഷി പോയതിന്റെ ശേഷം ആ ബ്രാഹ്മണോത്തമൻ ഭക്ഷിച്ചതിന്റെ അവശിഷ്ടം ആയതുകൊണ്ട് അത്യന്തം പരിശുദ്ധമായ ആ ഭക്ഷണ പദാർത്ഥം അതാണ് അദ്ദേഹം കഴിച്ചത്. ഋഷിക്ക് ചക്രം നിമിത്തം നേരിട്ട ആ സങ്കടം, പിന്നെ അതിൽ നിന്നുണ്ടായ ആ മോചനവും, തനിക്കുണ്ടായ ആ ധൈര്യവും എല്ലാം ആലോചിച്ചു. അങ്ങനെ ആലോചിക്കുക, എന്തൊക്കെയാ ഉണ്ടായത് മഹാരാജാവ് ആലോചിച്ച്. അപ്പോ അദ്ദേഹം വിചാരിക്കാണ്, ഇതെല്ലാം, ഈ സംഭവങ്ങളെല്ലാം ശ്രീഹരിയുടെ, ആ ഭഗവാന്റെ പ്രഭാവം നിമിത്തമാണ്. അത് മാത്രല്ലാതെ തന്റെ ശക്തി നിമിത്തം ഒന്നല്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് സാധിക്കുമോ എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. എല്ലാം ഭഗവാന്റെ ഒരു പ്രഭാവം എന്ന് വിചാരിക്കണു ആ മഹാത്മാവ്. ഏവം വിധ അനേക ഗുണസ്സ രാജ പരാത്മനി ബ്രഹ്മണി വാസുദേവേ
ക്രിയാകലാപൈ സമുവാഹ ഭക്തിം യയാ വിരിഞ്ചാൻ നിരയാംശ്ചകാര. ഏവം വിധ അനേക ഗുണാഃ, ഇപ്രകാരം അനേകങ്ങളായ ഗുണങ്ങളോടുകൂടിയ സ രാജ, ആ രാജാവ്, പരാത്മനി പരമാത്മാവായും ബ്രഹ്മണി ബ്രഹ്മമായും ഇരിക്കുന്ന വാസുദേവേ വാസുദേവനിൽ ക്രിയാകലാപേഹി കർമ്മസമർപ്പണങ്ങളാൽ ഭക്തിം സമുവാഹ ഭക്തിയെ വഹിച്ചു. യയാ യാതൊന്നിനാൽ ആവിരിഞ്ചാൻ ബ്രഹ്മലോകം വരെയുള്ള ഭോഗങ്ങളെ നിരയാംശ്ചകാര നരകങ്ങളായി വിചാരിച്ചു. ഇങ്ങനെ അനേകം സൽഗുണങ്ങളോടുകൂടിയ അംബരീഷ മഹാരാജാവ് സ്മൃതി ആദികളില് പരമാത്മാവെന്നും ഉപനിഷത്തുകളിൽ ബ്രഹ്മമെന്നും പുരാണാദികളിൽ വാസുദേവൻ എന്നും പറയപ്പെടുന്ന ആ ഭഗവാനിൽ സർവകർമ്മങ്ങളും സമർപ്പിച്ചുകൊണ്ട് പരമഭക്തിയോടുകൂടി ഇരിക്കുന്നു. ആ ഭക്തി നിമിത്തം പരിശുദ്ധമായ അന്ധകരണത്തില് വിഷയവിരക്തി സ്വരൂപമായ ദൃഢവൈരാഗ്യം ഉണ്ടായതുകൊണ്ട് ബ്രഹ്മലോകം വരെയുള്ള ഭോഗങ്ങളും ഭഗവത് പ്രാപ്തിക്ക് തടസ്സങ്ങളായിരിക്കുന്നത് കൊണ്ട് നരകതുല്യങ്ങൾ തന്നെ എന്ന് വിചാരിച്ചു. ഇതൊന്നും ശാശ്വതമല്ല, ഇതൊക്കെ നരകതുല്യാണ്. എന്ത് അനുഭവങ്ങളും സുഖാനുഭവങ്ങളെല്ലാം അല്ലെ എന്ന് അദ്ദേഹത്തിന് ഇത്രയും ഐശ്വര്യത്തിലിരിക്കുന്ന ആളാണ്. എന്നിട്ടും അദ്ദേഹം അങ്ങനെ വിചാരിച്ചു. ഭഗവത് പ്രാപ്തിയെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും കാക്ഷിച്ചില്ല അദ്ദേഹം. അഥാ അംബരീഷസ്തനയേഷു രാജ്യം സമാനശീലേഷു വിസൃജ്യ ധീര വനം വിവേശാത്മനി വാസുദേവേ മനോദധൽ ധ്വസ്തഗുണപ്രവാഹ. അഥാ ധീര അംബരീഷ, അനന്തരം ധീരനായ അംബരീഷൻ, സമാനശീലേഷു തുല്യശീലരായ തനയേഷു പുത്രന്മാരിൽ രാജ്യം വിസൃജ്യ രാജ്യത്തെ ഏൽപ്പിച്ചിട്ട് വനം വിവേശ വനത്തെ പ്രവേശിച്ചു. ആത്മനി വാസുദേവേ ആത്മാവായ വാസുദേവനിൽ മനഃദധൽ മനസ്സിനെ ധരിക്കുന്നവനായിട്ട് ധ്വസ്ത ഗുണപ്രവാഹ ധ്വംസിക്കപ്പെട്ട ഗുണപ്രവാഹത്തോടു കൂടിയവനായി ഭവിച്ചു. അങ്ങനെ പിന്നീട് ആ ധീരനായ അംബരീഷ മഹാരാജാവ് തുല്യ ഗുണസ്വഭാവന്മാരായ തന്റെ പുത്രന്മാരിൽ രാജ്യത്തെ സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ പോലെ ഗുണങ്ങളെല്ലാം ഉള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രന്മാരും. അവരില് രാജ്യത്തേക്ക് അങ്ങോട്ട് സമർപ്പിച്ച് വനം വിവേശ, അങ്ങനെ വനത്തിലേക്ക് അങ്ങോട്ട് പോയി തപസ്സിനായിട്ട്. ആ ശ്രീവാസുദേവനിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ച് ശരീരാദി ഭാവങ്ങളിലൊക്കെ അഭിമാനം തീരെ നശിച്ച് അങ്ങനെ അഭിമാനം തീരെ നശിച്ചതുകൊണ്ട് ആ സംസാരത്തിൽ നിന്ന് മുക്തനായി. പിന്നെ ഇത് കേട്ടാലുള്ള ഫലം പറയുന്നു. ഇത്രയും പുണ്യമായിട്ടുള്ള ചരിത്രം. ഇത്യേതൽ പുണ്യം ആഖ്യാനം അംബരീഷസ്യ ഭൂപതേഃ സങ്കീർത്തയൻ അനുധ്യായൻ ഭക്തോ ഭഗവതോ അംബരീഷസ്യ ഭൂപതേ, അംബരീഷ മഹാരാജാവിന്റെ ഇതി പുണ്യം ഏതത് ആഖ്യാനം, ഇപ്രകാരം പുണ്യമായ ഈ ആഖ്യാനത്തെ സങ്കീർത്തയൻ സങ്കീർത്തനം ചെയ്യുന്നവനും അനുധ്യായൻ അനുധ്യാനം ചെയ്യുന്നവനും ഭഗവത ഭഗവാന്റെ ഭക്ത ഭവേൽ ഭക്തനായിട്ട് ഭവിക്കും. അംബരീഷ മഹാരാജാവിന്റെ പുണ്യമായ ഈ ചരിത്രം കീർത്തിക്കുകയും നിരന്തരം ചിന്തിക്കുകയും ചെയ്യുന്ന പുരുഷൻ ഭഗവൽ ഭക്തനായിട്ട് ഭവിക്കും എന്നതാ ഫലശ്രുതി പറഞ്ഞു. വിഷ്ണുഭക്തിയുടെ നന്മ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മഹർഷി ശ്രേഷ്ഠൻ ഇങ്ങനെ ഒരു വേഷം കെട്ടി എന്നല്ലാതെ സാക്ഷാൽ ശങ്കരമൂർത്തിയുടെ അംശമായ ദുർവാസസ് മഹർഷിയില് നാം ഒരിക്കലും ഒരു ദോഷവും കാണാൻ പാടില്ല. ശരിക്കും ഇങ്ങനെ ആ വിഷ്ണുഭക്തിയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ കഥ അല്ലെ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ അംബരീഷചരിതം നാമ പഞ്ചമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. അഞ്ചാമത്തെ അധ്യായം ഭക്തവത്സലനായ ആ ശ്രീഹരിയുടെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.